ഈ പാർട്ടിയിൽ അങ്ങനെ ഏതെങ്കിലും കാലത്ത് ഈ പാർട്ടിയിൽ വലിയ ശക്തനായിരുന്നു അല്ലെങ്കിൽ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തിരുന്നു എന്നത് പിൽക്കാലത്ത് പാർട്ടിയെ ദ്രോഹിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല എന്നതുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സഖാവ് EMS തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തു അല്ലെങ്കിൽ പാർട്ടിയെ ഇത്രയധികം വളർത്തി വലുതാക്കി എന്നതുകൊണ്ട് നാളെ ഞാനൊരു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ എന്നെ നിങ്ങൾ തള്ളിക്കളഞ്ഞോളണമെന്ന് മഹാനായ സഖാവ് EMSൻ്റെ തന്നെ വാക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ പ്രകടനത്തിന് വളരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്ന തലയും വെട്ടും, അരിവാള് കൊണ്ടുള്ളൊരു പ്രയോഗമുണ്ട് ഞങ്ങൾക്ക് എന്നുള്ള, അതൊക്കെ ഒഴിവാക്കിക്കൂടായിരുന്നു? അത്തരം മുദ്രാവാക്യങ്ങളോട് പ്രത്യേകിച്ച് പാർട്ടിക്ക് യോജിപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ അതിനു മുമ്പ് ഈ പ്രകടനം നടക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടി സെക്രട്ടറി വളരെ കൃത്യമായി എഴുതി തന്ന മുദ്രാവാക്യങ്ങളല്ലാതെ മറ്റു മുദ്രാവാക്യങ്ങൾ വിളിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ പാർട്ടി വല്ലാതെ ആക്രമിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വൈകാരിക പ്രതികരണങ്ങളാണ് അത്. ഒരുപക്ഷെ ആ ഒരു വൈകാരികത ആ ഒരു കോണ്ടക്സ്റ്റിൽ അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അല്ലാതെ ഇപ്പോൾ നാളെ തന്നെ പോയിട്ട് ആരുടെയെങ്കിലും കൈ വെട്ടുക കാല് വെട്ടുക എന്നല്ല. പാർട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ പാർട്ടിയുടെ കേന്ദ്രം, ഇവിടെ മൻസൂർക്ക് സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ആശ്രയകേന്ദ്രമായ ഒരു സ്ഥാപനത്തിനെതിരായി ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന മനുഷ്യരുടെ വൈകാരിക പ്രകടനമാണ്. അത് ആ ഒരു കോണ്ടക്സ്റ്റിലാണ്. നേരെ മറിച്ച് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെ വിളിച്ചോളണമെന്നില്ല. അതൊരു വൈകാരിക തലത്തിൽ അതിനെ ആ നിലയിൽ മാത്രം കണ്ട് അവസാനിപ്പിക്കേണ്ട ഒന്നാണ്. ഞങ്ങളുടെ പ്രവർത്തകർ ആരെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൊണ്ടുപോകാനുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ഈ ആർഷോയുടെ പ്രസംഗം വളരെ ഷാർപ്പായിരുന്നു. അദ്ദേഹം പിന്നെ എങ്ങനെയും നേരിടുമെന്നുള്ള, അതോടൊപ്പം തന്നെ ഈ ശ്രീരാജ് പറഞ്ഞതിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ശ്രീരാജാണ് അത് വിലയിരുത്തേണ്ടത്. ഇപ്പോൾ ആധാർ കാർഡിൽ അച്ഛൻ്റെ പേരും DNA ടെസ്റ്റിൽ അങ്ങനെ ഒരു പരാമർശം ഒരു ശരിയായ പരാമർശമാണോ? ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് നുണയും വിളിച്ചു പറയാം എന്ന ധാരണ വരികയാണ്. അതായത് രാഷ്ട്രീയത്തിൽ എതിരാളികളെ നേരിടാൻ പലതരത്തിൽ പല മാർഗങ്ങൾ ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചാണ്. നോക്കൂ, ഒരു മര്യാദയുമില്ലാതെ ഈ സാധനങ്ങൾ ഇങ്ങനെ നമുക്കെതിരായിട്ട് അന്തരീക്ഷത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ. അതല്ലാതെ നോക്കൂ, ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ആർക്കെങ്കിലും അങ്ങനെ അത് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രം അവരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അതല്ലാതെ രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ അടച്ചാക്ഷേപിക്കാൻ വിളിച്ചതോ അല്ലെങ്കിൽ പറഞ്ഞതായിട്ടുള്ള കാര്യമില്ല. അതിൽ വലിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. കാരണം അത് അവനവൻ്റെ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നം കൂടിയാണ്. ആർക്കും എന്തും അടിസ്ഥാനപരമായ ഏത് ആരോപണവും രാഷ്ട്രീയമായി എതിർച്ചേരിയിൽ നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ വിളിച്ചു പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതേ ഇതിൽ തന്നെ എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ അത് ആ രൂപത്തിൽ തന്നെ ചിലതിനോടൊക്കെ മറുപടി പറഞ്ഞു പോകേണ്ടി വരും. എല്ലാതും നമുക്ക് ഒരേപോലെ അങ്ങനെ ചെയ്തു പോകാൻ കഴിയില്ലല്ലോ. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ മൻസൂറാണ് ഈ PK ശശിക്കെതിരെയുള്ള സാമ്പത്തിക ആരോപണങ്ങൾ, അത് പലതും പാർട്ടിക്ക് പരാതി കൊടുക്കുന്നത്, അത് പരാതി കൊടുക്കുകയും അതിൽ അന്വേഷണം നടക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ കൊടുക്കാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? അങ്ങനെ നമ്മളിപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും പറയുന്നില്ല. കാരണം അതൊക്കെ ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാട്ടേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. അത് ഞാനാണോ കുറ്റം ചെയ്യുന്നെങ്കിൽ അത് പറയാനും ഉള്ള ഞങ്ങളെ കോടതി എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ്. അതെല്ലാം പാർട്ടിയിൽ കൊടുത്ത പരാതികളായിരിക്കാം. അതൊക്കെ പാർട്ടി പരിശോധിച്ചു. പാർട്ടിക്ക് എന്താണ് ഉചിതം അന്ന് കൊടുക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞതാണ് ഉചിതം, അതാ വഴിക്ക് അങ്ങനെ നടക്കുന്നത്. ഇപ്പോൾ അവസാനമുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മൻസൂർ പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ ആൾ ഈ നാട്ടിലുണ്ടോ എന്നുള്ള വിവരം തന്നെ ഞങ്ങൾക്കറിയില്ല. ഈ പടക്കം ഞാനും ശ്രീരാജും പാടെ കൊടുത്തു എന്ന് പറയുന്ന ആൾ നാട്ടിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെങ്ങനെയാണ് അറിയുന്നത്? ഇപ്പോൾ മണ്ണാർക്കാട് ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന സമയത്ത് ഒരു കാറിൻ്റെ തൊട്ടടുത്ത കാറിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളങ്ങനെ പോരുന്നു. പിന്നെ നമ്മൾ ഇയാളെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ഉന്നയിച്ച ആൾ ചില ചാനലുകൾക്ക് കൊടുക്കുമ്പോൾ അയാളെ തന്നെ മണിക്കൂറോളം പഠിപ്പിച്ചിട്ട് വിട്ടിട്ടാണ് ഇത് ഇങ്ങനെ അയാൾ പറയുന്നത് എന്നുള്ളത് കൃത്യമായി കേൾക്കുന്ന ആളുകൾക്കറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയുന്നില്ല എന്ന് നമ്മൾ കരുതിയതാണ്. പക്ഷേ ഞങ്ങൾ പാർട്ടിയോട് സ്നേഹിക്കുന്ന ഒരുപാട് സഖാക്കളുണ്ട്. അവരുടെ മനസ്സിലെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമോ, എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് മാത്രം അറിയിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിതിനു മുൻപിൽ വന്ന് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്.
പി കെ ശശി ഈ ഒരു ജനകീയ നേതാവ് കൂടിയാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ പാർട്ടി വിട്ടു പോവുകയാണെങ്കിൽ ഈ അണികളായ കുറേ ആളുകൾ കൂടി അദ്ദേഹത്തോടൊപ്പം പോകുമെന്ന് പാർട്ടിക്ക് ഒരു വിലയിരുത്തലുണ്ടാവും. പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാൾക്കും അങ്ങനെ ഒരു വിലയിരുത്തലില്ല. നിങ്ങൾക്കറിയാം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ സംബന്ധിച്ച് നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണ്, ഞാനതങ്ങനെ വിശദീകരിച്ച് തരേണ്ട കാര്യമൊന്നുമില്ല. നോക്കൂ, എം വി രാഘവൻ, കെ ആർ ഗൗരിയമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് പോയിട്ടുണ്ട്. ഈ പാർട്ടി അതിനുശേഷം കേരളത്തിൽ ചരിത്രത്തിൽ തുടർഭരണം നേടിയ പാർട്ടിയാണ്. കാരണം ഈ പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇനി ഞങ്ങൾ അതിൻ്റെ അർത്ഥം ആരെങ്കിലും നാളെ ഈ പാർട്ടിയിൽ നിന്ന് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നല്ല. മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജനാധിപത്യ മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ നമ്മുടെ നാടും രാജ്യമൊക്കെ വലിയ സംഘപരിവാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന്, എല്ലാ മതതീവ്രവാദികളുടെ ഭാഗത്തുനിന്നും കടുത്ത ആക്രമണങ്ങൾ നേരിടുന്ന ഒരു സമയത്ത് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മതനിരപേക്ഷവാദികളും ഒരു പ്ലാറ്റ്ഫോമിൽ, പ്രത്യേകിച്ച് CPM-ൻ്റെ ഒക്കെ കീഴിൽ അണിനിരക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ആരെങ്കിലും ഈ പാർട്ടിയിൽ നിന്ന് ബോധപൂർവം പുറത്താക്കാനോ അല്ലെങ്കിൽ മാറ്റി നിർത്താനോ ഒന്നും ശ്രമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലല്ല. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ പാർട്ടിയെ നിരന്തരം ആക്രമിക്കുകയും വർഗശത്രുവിൻ്റെ കയ്യടിയിൽ അഭിരമിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ തിരുത്തണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം, അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യം. വർഗശത്രുവിൻ്റെ കയ്യടിയേക്കാൾ മഹത്തരമാണ് അവരുടെ കല്ലേറ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ വർഗശത്രുവിൻ്റെ കയ്യടിയിൽ അഭിരമിക്കുന്നതിന് വേണ്ടി നടത്തുന്ന നിലപാടുകൾ തിരുത്തിപ്പോകണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത്രയേ ഉള്ളൂ. അല്ലാതെ ആരെയെങ്കിലും ഈ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനും ഒഴിവാക്കാനും ഞങ്ങളാളുകളല്ല. ഈ പാർട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളുടേതോ അല്ല. ഇതിനെ വിശ്വസിക്കുന്ന, ഇതിന് പുറത്ത്, പാർട്ടി സംഘടനയ്ക്ക് പുറത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവരാണ് ഈ പാർട്ടിയെ അവരുടെ കൂടി ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ ഈ പാർട്ടിയിൽ അങ്ങനെ ഏതെങ്കിലും കാലത്ത് ഈ പാർട്ടിയിൽ വലിയ ശക്തനായിരുന്നു അല്ലെങ്കിൽ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തിരുന്നു എന്നത് പിൽക്കാലത്ത് പാർട്ടിയെ ദ്രോഹിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല എന്നതുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സഖാവ് EMS തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തു അല്ലെങ്കിൽ പാർട്ടിയെ ഇത്രയധികം വളർത്തി വലുതാക്കി എന്നതുകൊണ്ട് നാളെ ഞാനൊരു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ എന്നെ നിങ്ങൾ തള്ളിക്കളഞ്ഞോളണമെന്ന് മഹാനായ സഖാവ് EMS-ൻ്റെ തന്നെ വാക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഒരു കാലത്ത് പാർട്ടിയെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുകയോ ചെയ്തു. ഞാൻ ഇത്ര കാലം ഇന്ന പാർട്ടി, ഇപ്പം ഞാൻ DYFIയുടെ ബ്ലോക്ക് ഭാരവാഹിയായിട്ട് ഏതാണ്ട് 10 കൊല്ലമായി, ദീർഘകാലമാണ് അതൊരു DYFIയുടെ ബ്ലോക്ക് ഭാരവാഹിയെ സംബന്ധിച്ച്. നാളെ 10 കൊല്ലമൊക്കെ DYFIക്ക് നേതൃത്വം കൊടുത്താൽ എന്നാൽ ഈ DYFI തുലച്ച് കളയാം എന്നൊരു തീരുമാനമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്നെ എല്ലാവരും തള്ളിക്കളയും. ഈ പാർട്ടിയും സംഘടനയും സ്നേഹിക്കുന്ന ആളുകൾ തള്ളിക്കളയും. അതിലത്രേ ഉള്ളൂ. ഞങ്ങൾ പറയുന്നത്, വീണ്ടും ആവർത്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, വർഗശത്രുവിൻ്റെ കയ്യടിയൊക്കെ താൽക്കാലികമാണ്. അത് ഏത് വിഷയത്തിലും നമ്മൾ എടുത്താലും ആ താൽക്കാലിക കയ്യടിയിൽ ചിലപ്പോൾ നമുക്ക് ചില സുഖങ്ങളൊക്കെ കിട്ടിയെന്നിരിക്കും. പക്ഷേ അത് വേദനിപ്പിക്കുന്നത് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന് വരുന്ന പാർട്ടിയുടെ പ്രവർത്തകരുടെ മനസ്സിനെയാണ് എന്ന് ഓർക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും വർഗശത്രുവിൻ്റെ കയ്യിലെ ഒരു കളിപ്പാട്ടമായി ശശി മാറുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് CPM നേതാക്കൾക്കുള്ളത്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം, ഒരു ഫോർമുല സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് ഇനി കണ്ടറിയേണ്ടതുണ്ട്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.